എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ പോലെ പിറന്നാൾ ഇതുവരെ ആഘോഷിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഇതുവരെ എന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഇപ്പം 36 വയസ്സായി. അപ്പൊ എനിക്കൊരാഗ്രഹം, ഒരു കേക്ക് മുറിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ബേക്കറി ചെന്നു, ഒരു കേക്ക് മേടിച്ചു. 36 എന്ന് എഴുതിയ ഒരു മെഴുകുതിരി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ സർപ്രൈസ് ആയിട്ട് പിള്ളേരെ എടുത്തിട്ട് പോവുകയാണ്. അപ്പൊ ഇതെന്റെ ബർത്ത്ഡേയുടെ അന്നല്ല കേട്ടോ ഞാനിത് മേടിക്കുന്നത്. കാരണം ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേക്ക് മേടിച്ചത്. അപ്പൊ ഞാൻ കുട്ടികളുടെ അടുത്ത് ചെന്നു, കേക്ക് അവിടെ കൊണ്ടുപോയി വെച്ചു. അവരുടെ റിയാക്ഷൻ നോക്കാം. പിന്നെ തല്ലുകൂടിയോ? ഇല്ല, കഴിഞ്ഞ ആവശ്യത്തെ ഇതുവരെ പോയില്ല. അമ്മയ്ക്ക് എന്റെ കയ്യിൽ എന്ത് പറ്റിയാലും ദൈവം ശിക്ഷിച്ചാന്ന് മാത്രമല്ലേ പറയത്തുള്ളൂ. എന്റെ കുഞ്ഞുശ, നീ അത് ഓർത്തു. സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു ബേക്കറി ഉണ്ട്. അപ്പൊ ആ ബേക്കറിയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് അവിടെ പുതിയ കേക്കുകൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് ഇറക്കണുണ്ടത്. അങ്ങനെയാണ്. അപ്പൊ എന്നാ പിന്നെ ബർത്ത്ഡേ കഴിച്ച് 2 ദിവസം ആയുള്ളൂ. അപ്പൊ ഒരു കേക്ക് ഫുള്ളായിട്ട് അങ്ങ് മേടിക്കാം, കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യാലോ എന്ന് കരുതി മേടിച്ചാണ് കേട്ടോ. അമ്മക്കുട്ടീന്ന് എഴുതിയ മതിയായിരുന്നല്ലേ? പക്ഷെ ഇത് മാങ്കോയാ, അവിടെ ചോക്ലേറ്റ് ഇല്ല. ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാണ്. കുട്ടിയുടെ ഫാദർ അകത്തുണ്ട് കേട്ടോ. പക്ഷെ പുള്ളി ഒന്നും പുറത്തോട്ട് വന്ന പോലും ഇല്ല. ഞാൻ വിളിച്ചതാണ്, പക്ഷെ ഇച്ചിരി തിരക്കിലാന്ന് പറഞ്ഞു. മുറിച്ച് കഴിയുമ്പോ കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങള് കേക്ക് മുറിക്കാൻ വേണ്ടി നിക്കണം. ആശുപത്രി എന്തോ കഴിച്ചിട്ട് വന്നതാണ്. ആ മുഖത്തൊക്കെ അവിടെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് അമ്മ ഒരു കേക്ക് മേടിച്ചേ. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡോറ, ഹാപ്പി ബർത്ത്ഡേ ഡോറ എഴുതാ. ക്യാമറ അയ്യോ മുറിച്ചോ? ആ ഓക്കെ, നിങ്ങൾ മുറിച്ചനെയല്ല എനിക്ക് സന്തോഷം. കുഞ്ഞു പീസ് മതി, ഞാനിപ്പോൾ ചായ കുടിച്ചോളൂ. പിടിക്കുമല്ല, നിങ്ങൾ വായിൽ വെച്ചിട്ടാരുമല്ലേ നിങ്ങൾ. പിന്നെ അമ്മക്കുട്ടി എന്നും അച്ഛനെ അച്ചക്കുട്ടി എന്നുമാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ 3 പേര് എനിക്ക് കേക്ക് വായിൽ വെച്ച് തന്നു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷായി, എനിക്കും ഭയങ്കര സന്തോഷായി. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കവിത ബേക്കറി എന്നാണ് കേട്ടോ. കവിത ബേക്കറിക്ക് ഓൺലൈൻ ഷോപ്പും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കേക്കുകൾ അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞായുടെ ബർത്ത്ഡേക്ക് ജയ ബേക്കറിന്ന് മേടിച്ചിട്ട് കുഞ്ഞായ്ക്ക് പനിക്കുകയും ചെയ്തു, ഛർദ്ദിക്കുകയും ചെയ്തു. അത് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ല, പെട്ടെന്ന് പോയി മേടിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കേക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 3 മണിക്കാണ് അവിടെ ബേക്കറികളിലൊക്കെ കേക്ക് വരിക. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഡെൽമോണ്ടയുടെ ചോക്ലേറ്റ് സിറപ്പ് അൺബോക്സിംഗ് ആണ്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല, കയ്പാണെന്നൊക്കെ പറഞ്ഞു. അതൊരു വിധത്തിലായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിനകത്ത് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് അടിപൊളിയാണ്. അതുപോലെ തന്നെ കുഞ്ഞൂസ് പറഞ്ഞത് ബ്രെഡിന്റെ മുകളിലും ഈന്തപ്പഴവും പഴവും ഒക്കെ അരിഞ്ഞു വെച്ചിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു, ലെയേഴ്സ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ദോശക്കല്ല് വെറുതെ ഇട്ടിട്ട് 2 സൈഡിൽ നിന്ന് മുറിച്ചതിന് ശേഷം ഈ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ടൈം അമ്മാന്ന് എഴുതാട്ടോ. കുട്ടികളെ കൊണ്ട് യൂണിഫോമിന് തുണി മേടിക്കാനായിട്ട് പോവുകയാണ്. ആച്ചൂട്ടിനെ എൻ്റെ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം 2 പേരെ തന്നെ മാനേജ് ചെയ്യാൻ പാടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം ആച്ചൂട്ടിനെയും കൂട്ടുന്നുണ്ട് പുറത്തോട്ട് പോകുമ്പോ. ഇപ്പൊ ദേ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാ നിന്നെ ഇവിടെ ചേർക്കാൻ വന്നില്ലല്ലോ? എവിടെയാടാ യൂണിഫോം കിട്ടണേ? ഇതിന്റെ മുന്നില് ഒരു മരത്തില് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നിട്ടോ. ഇതുപോലുള്ള പൂമരങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു നമ്മുടെ നാട് കാണാനായിട്ട്. അപ്പൊ കുട്ടികളെയും കൂട്ടി കുറെ പൂക്കളൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. നല്ല രസം ഉണ്ടായിരുന്നു പൂക്കളെ കാണാനായിട്ട്. അപ്പൊ കുഞ്ഞായ്ക്കും കുഞ്ഞുശ്ശനും വലിയ സന്തോഷായി. വെയിൽ കൊള്ളരുത്. ഒന്നാമത് നിനക്ക് സ്റ്റാമിന കുറവാ അല്ലേ?
അല്ല, ഇച്ചിരി പിടപ്പ് കൂടുതലാ. വെയിലും കൂടെ കൊണ്ടുപോയി യൂണിഫോമിനുള്ള 1400 സംതിങ് എടുക്കാനായിട്ട് ഞങ്ങൾ ATM കയറി. എന്ന് വെച്ചാൽ എടുക്കുക എന്നർത്ഥം. ഇനി കണ്ടിന്യൂല് ക്ലിക്ക് ചെയ്യും. താഴെ താഴെ. യെസ്. ഇനി സേവിങ്സ് ബാങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. നമ്മൾ ഏറ്റവും മുകളിൽ ഓക്കെ ഓക്കെ. ഇനി കണ്ണടച്ചേ. എടുത്തോ? ഇതിന് 1000 എടുത്തില്ലടാ പൈസ. എണ്ണി നോക്കിക്കോ എത്ര രൂപ ഉണ്ടെന്ന്. ഞങ്ങള് അടുത്തുള്ള ഒരു കുഞ്ഞു മാളിൽ കയറി. മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നിലയുള്ള ഒരു കടയാണ് കേട്ടോ. അത് സ്ഥിരം എന്റെ വീഡിയോസിൽ കാണാറുണ്ടാവും. ഞാനിപ്പോ ഇവിടെ സ്ഥിരം കസ്റ്റമർ ആണ്. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഇവിടെ തന്നെയാണ് സാധനങ്ങൾ മേടിക്കുന്നത്. കടയുടെ പേര് ഓണിസ് എന്നാണ്. ആരത്തുന്നത്ത് തന്നെയാണ് കടയുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിൽക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീലിങ്സും കാര്യങ്ങളും ഒക്കെയാണ്. സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ അറിയാം. അപ്പൊ കൊച്ചിന് ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങള്. ആച്ചൂട്ടിനും പറ്റിയ ബോക്സ് നോക്കുന്നുണ്ട്. കുഞ്ഞാക്ക് ഓൾറെഡി സ്പൈഡർമാന്റെ ബോക്സ് 250 രൂപയുടെ വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ബോക്സ് വേണ്ടാന്നും പറഞ്ഞു. കുഞ്ഞായി ആച്ചൂനും പറ്റിയ ഡോറ ബോക്സ് ഒക്കെയാണ് നോക്കണത്. തൊള്ളയിൽ നല്ല ഡോറ നോക്കി എടുക്കാം. അയ്യ ഇത് പൊട്ടിയതാ, കംപ്ലൈന്റ് ആവണ്ടോ? പഴയതൊക്കെയാ. അല്ലടാ പിങ്ക് കളർ അവർക്ക് ഇഷ്ടാവും. ഇതിനകത്താകുമ്പോ ഒരു പൂച്ചയുണ്ട്. എടാ ഇത് എനിക്ക് ഇഷ്ടമായി. ഒരു പാവയുണ്ട് ഇതിനകത്ത്. അതിന് വില നോക്കണ്ട, നല്ലത് നോക്കി എടുത്തോ. പൈസ അമ്മ കൊടുത്തോളാം. എത്ര രൂപയായിരുന്നു? അയ്യോ 300 ആടാ. പൈസ നോക്കണ്ട. അത് വേണോ? അതൊന്ന് കാണിച്ച എന്റെ വീഡിയോയില്. എത്ര രൂപ? അടിപൊളി. അതിട്ട് വെച്ചു. ഇത് ഈ വിലക്ക് കിട്ടൂല മോനെ. ഇത് 100 രൂപയ്ക്ക് കിട്ടൂല. അത് ഇട്ട് വെച്ചാൽ ഒരു 100 രൂപ. ഇതെടുത്തോ, ഇത് മതി കുഞ്ഞൂസിന്. ഓക്കെ കൺഫേം. എടാ ഒരു ബാസ്ക്കറ്റ് തരാമോ? വേണ്ട. എടാ കംപ്ലൈന്റ് എന്തുകൊണ്ട് നോക്കിയോ കുഞ്ഞൂഷൻ? നീയാ? ഞാൻ നോക്കിയിട്ട് വലിയ കംപ്ലൈന്റ് ഒന്നും ഇതിന് കാണുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടും. ഒന്നുകൂടെ നോക്ക്, നല്ലത് വേറെ ഉണ്ട്. അത് മാറ്റി വെച്ചു. എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കാം. എല്ലാം നോക്കിക്കോ. അത് കാണിച്ചു കുഞ്ഞുകൂട്ടാ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പടത്തിന് അത്ര തിളക്കം പോരാ. സൈഡ് നോക്കട്ടെ. ഓക്കെ. എല്ലാ ബോക്സും ഒന്നും മെച്ചാണ് കേട്ടോ. ഒന്നും പറയാനില്ല. അപ്പൊ ഞങ്ങള് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആച്ചുവിന് വീഡിയോ കോൾ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ ആച്ചു സെലക്ട് ചെയ്ത ബോക്സ് ആണ് ഇത്. കുഞ്ഞാക്കുട്ടൻ പറഞ്ഞ പോലെ തന്നെ ആച്ചുവിന് ആ ബോക്സ് ആയിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ആ ബോക്സ് കൺഫേം ചെയ്തു. അതുപോലെ കുഞ്ഞൂസിന് ആ ഫ്രോസന്റെ ലൈറ്റ് കത്തുന്ന ബോക്സ് കൊടുത്തു. അപ്പൊ തന്നെ കുഞ്ഞൂസ് ഇതുകൊണ്ട് കളേഴ്സ് സ്റ്റിക്കേഴ്സ് ഉള്ള ഓരോ ബുക്സുകളൊക്കെ പെറുക്കി ഇട്ട് തുടങ്ങി. ബുക്കിന്റെ ഒക്കെ വില 35 രൂപ വെച്ച് വരും. അതുപോലെ പൊതിയുടെ പേപ്പറിന് ഒരെണ്ണത്തിന് 45 രൂപ വെച്ചിട്ടാണ്. ഏകദേശം ഒരു 2000 രൂപ എടുത്ത് ബില്ലടച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ഇപ്പൊ ഇതൊക്കെ പെറുക്കിയെടുത്താൽ അവരോട് വഴക്കുണ്ടാക്കി. എന്നത്തിന് എന്തൊക്കെ എടുക്കുന്നത്, നിങ്ങൾക്ക് ബുക്ക് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ടെന്ന്. സംഭവം ശരിയാണ്. കളർ അടിക്കുകയും ചെയ്യാം, സ്റ്റിക്കേഴ്സ് പൊളിച്ച് ബുക്സിലും ഒക്കെ ഒട്ടിക്കുകയും ചെയ്യാം. അപ്പൊ അവർക്ക് പഠിക്കാനൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ 3 എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാനായിട്ട് പോയി. കുറെ ബുക്സും കാര്യങ്ങളും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സിന്റെ ബുക്കായിരുന്നു. പക്ഷേ ബുക്സിന്റെ ഒക്കെ ഒരു സൈഡിലായിരുന്നു വരാനുണ്ടായിരുന്നുള്ളൂ. അത് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വന്നിട്ട് ഞങ്ങൾ കണ്ടത്. അത് കഷ്ടമായിട്ട് ഒരു ബുക്കിന് 35 രൂപ വെച്ച് വരികയും ചെയ്തു. ഒരു നാരങ്ങ വെള്ളം പറയാം. ചായ പറയാം. അല്ലെങ്കിൽ എനിക്ക് ചായ മതി. മുമ്പുള്ള കടയിൽ നിന്ന് ലിച്ചി ഫ്രൂട്ടിന്റെ ജ്യൂസ് മേടിച്ച് കുടിച്ച് നടന്നുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങൾ ഒരെണ്ണമാണ് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുടിക്കേണ്ട വന്നാലും വിചാരിച്ച്. പക്ഷെ അവരത് പെട്ടെന്ന് കുടിച്ചു തീർത്തു. പിന്നെ അടുത്തതും കൂടെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് ഇതുകൊണ്ട് വീട്ടിൽ വന്നു. ഞാൻ ആച്ചൂട്ടിന് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. അപ്പം ആച്ചൂട്ടിനെ ബോക്സ് കൊടുത്തപ്പോൾ ആച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് സങ്കടമായോ? നിനക്ക് എല്ലാം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അമ്മ അവർക്ക് മേടിച്ചു കൊടുത്ത എല്ലാ സാധനങ്ങളും മോനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കിയിരുന്നു അടുത്തോ. ഇത് അച്ഛമ്മനെ കാച്ചു കുത്തി ഇഷ്ടപ്പെട്ടെന്ന് നോക്കുക. കറിയുന്ന ആച്ചൂട്ടിന് മീറ്റ് കട്ട്ലറ്റും പിന്നെ നെയിൽ സ്ലിബ് തൊട്ടടുത്ത കടന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പാവക്കുട്ടിയുടെ പടം നെയിൽ സ്ലിബാണ് കേട്ടോ ആച്ചൂന് മേടിച്ചത്.
അപ്പൊ ഞങ്ങൾ ഇതേ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് പൊതിയുവാണ്. അപ്പൊ ഇത് പേപ്പേഴ്സ് 3 കളേഴ്സാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അച്ചുവിന് ഗ്രീൻ കളറ്, കുഞ്ഞൂസിന് ഓറഞ്ച് കളറും കുഞ്ഞായിക്ക് മഞ്ഞ കളറും ഇട്ടാണ് പൊതിഞ്ഞത്. അപ്പൊ അവർക്ക് പേര് നോക്കാതെ തന്നെ പേപ്പറിന്റെ കളർ വെച്ചിട്ട് തന്നെ ബുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്തു വെച്ചുകൊണ്ട് അവർക്ക് രാവിലെ ബുക്സ് പെറുക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പേര് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാനത് പൊതിഞ്ഞ് എല്ലാ ബുക്സുകളും 3 പേരുടെ ബുക്സും പൊതിഞ്ഞ് നെയ്സിലൊക്കെ ഒട്ടിച്ച പേരൊക്കെ എഴുതി റെഡിയാക്കി കൊടുത്തു. ഈ പേപ്പർ ഇച്ചിരി വില കൂടിയതാണെങ്കിൽ ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പൊ ഇത്തിരി വെള്ളമൊക്കെ എങ്ങനെ ഈ ബുക്കിന്റെ പുറത്ത് ചാടിയാലും നനയത്തില്ല. പിന്നെ അവിടെ ഞാൻ വേറൊരു പേപ്പർ കണ്ട് കുറച്ചുകൂടി വില കുറഞ്ഞതുണ്ടായിരുന്നു. നമ്മൾ ഈ ഹോസ്പിറ്റൽസിലൊക്കെ CSR പൊതിഞ്ഞോണ്ട് പോരുന്ന കൂട്ട് പേപ്പറാണ്. അപ്പൊ അതെന്തായാലും 1 മാസം കഴിയുമ്പോഴത്തേനും അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തിരി വില കൂടുതലായാലും നിങ്ങൾ മേടിക്കുമ്പോൾ ഇച്ചിരി ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഈ പേപ്പേഴ്സ് കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ഒരു റോള് കൊണ്ട് ഒരു 3-4 ബുക്ക് പൊതിയാനായിട്ടാണ് സാധിക്കത്തുള്ളൂ. ഞാനിപ്പം ടോട്ടല് ഒരാൾക്ക് തന്നെ 3 റോള് വെച്ച് മേടിക്കേണ്ടി വന്നു. ആച്ചൂട്ടിന് മാത്രമാണ് 2 റോള് കൊണ്ട് തികഞ്ഞത്. അപ്പൊ അതേ ആച്ചൂട്ടിന് ഞാൻ പെൻസിലൊക്കെ എക്സ്ട്രാ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞൂസിന്റെ ബോക്സാണ് കേട്ടോ. അപ്പൊ അവള് പെൻസിലൊക്കെ വെച്ചു. ക്ലാസ്സിലിരുന്ന് ലൈറ്റ് കത്തിച്ചിട്ട് ടീച്ചർ എന്നെ വിളിപ്പിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൂസിനോട്. അപ്പുറത്തെ സൈഡും അപ്പൊ എന്തിനാണ് ഒരു ബോക്സിനകത്ത് ലൈറ്റ് പിടിപ്പിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓൺലൈനിൽ ഈ ബോക്സിന് ഏകദേശം 200 രൂപ വില കണ്ടതാണ്. എന്തായാലും ഓണസിൽ ഇതിന് 100 രൂപ ആയുള്ളൂ. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലാണ്. അപ്പൊ കുഞ്ഞൂസിന് ഫ്രോസന്റെ വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഫ്രോസന്റെ മേടിച്ചതിന് 149 രൂപയാണ്. ആച്ചൂട്ടിന് മേടിച്ച വാട്ടർ ബോട്ടിൽ ഒരു കോയിൻസിഡൻസ് ആയി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വാട്ടർ ബോട്ടിലായിട്ട് സാമ്യം ഉണ്ട്. ഇത് കുഞ്ഞാക്കൂട്ടിന് മേടിച്ച വാട്ടർ ബോട്ടിലാണ്. സ്പൈഡർമാന്റെ പടം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ആണ് കേട്ടോ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ബാഗിൽ വെക്കാൻ പറ്റില്ല, വെള്ളം ചാടും. കൈ പിടിക്കാനേ സാധിക്കത്തുള്ളൂ. പിന്നെ ആച്ചൂട്ടിന് മേടിച്ചിട്ടുള്ളത് ഈ വാട്ടർ ബോട്ടിലാണ്. ആച്ചൂട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാഹിമയുടെ വാട്ടർ ബോട്ടിൽ ഈ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ 3 വാട്ടർ ബോട്ടിലിന് 149 ആ റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. 142 ഫ്രോസന്റേന്. അപ്പൊ ഇത് താഴെ വീണിട്ട് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. പിന്നെ ഇത് ബുക്സ് ആണ് കേട്ടോ. ഇത് ഞാനിവിടെ അടുത്തൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ്. ഇപ്പൊ ബുക്സിനൊക്കെ ഒത്തിരി ഓഫർ ഉണ്ട്, നോക്കി മേടിക്കും. 2 ബുക്ക് മേടിക്കുമ്പോൾ 1 ബുക്ക് ഫ്രീ ഒക്കെ ഉണ്ടാകും. ഞാൻ നേരത്തെ മേടിച്ചതുകൊണ്ട് എനിക്ക് ഒത്തിരി എക്സ്പെൻസ് ആയി. പിന്നെ കുഞ്ഞൂസിന്റെ വാട്ടർ ബോട്ടിൽ വീട്ടിൽ വെച്ചിട്ട് വെള്ളം നിറച്ചപ്പോൾ താഴെ വീണു. അതിന്റെ കുപ്പിയുടെ അടപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവൾക്ക് പിന്നീട് വാട്ടർ ബോട്ടിൽ മേടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് പാൻസ് ഒക്കെ ഉണങ്ങാത്തത് കൊണ്ട് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് കാപ്രി മേടിച്ചിട്ടുണ്ടായിരുന്നു. കാപ്രി സെറ്റിലൊക്കെ മീഷോയിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇത് 300ന്റെ കാപ്രിയാണ്. ഇത് 3 ഇതൊക്കെ ഉണ്ടായിരുന്നത്. 3 വരുന്നതാണ് ഈ സെറ്റ്. ഒരു 300ന് 3 എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു കാപ്രിക്ക് 150 രൂപ വില വരും. ഇതിപ്പോ കുഞ്ഞൂസ് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർക്ക് അത്യാവശ്യം ഇറക്കമുണ്ട്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, എലാസ്റ്റിക്കും ആണ് കേട്ടോ. അപ്പൊ ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ കുഞ്ഞൂസിന്റെ പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ പ്രാവശ്യം പോയപ്പോൾ മേടിച്ചുകൊണ്ട് കൊടുത്തതാണ്. ഇതിന് 100 രൂപയുള്ളൂ. ഫ്രോസന്റെ കുടയുടെ സൈഡിൽ ഒരു ചെറിയ സ്റ്റിച്ചിങ് പോയിട്ടുള്ളൂ. അപ്പൊ അത് വളവാന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല. അപ്പൊ അത് തന്നെ നമുക്ക് പുതിയ കുട മേടിച്ചതാണ്. സ്പൈഡർമാന്റെ കുടയാണ്. കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.